സഞ്ജു സാംസന്റെ കരിയർ മാറ്റിമറിക്കുന്ന ഇന്നിംഗ്സാണ് കൊൽക്കത്തയിലേത്. കൂറ്റൻ സ്കോർ ചേസ് ചെയ്യുമ്പോഴും ഒരു ഘട്ടത്തിലും സമ്മർദ്ദം സഞ്ജുവിൽ പ്രകടമായില്ല. വിരാട് കോഹ്ലിയുടെ റെക്കോർഡും സഞ്ജു മറികടന്നു. Clears mid on and finishes it off. Sanju Special Samson, 97 not out. ചങ്കുറപ്പും നെഞ്ചുറപ്പും ആവോളമുള്ള ആണൊരുത്തൻ ഈഡൻ ഗാർഡൻസിന്റെ ഗാലറിക്ക് തീപിടിപ്പിച്ചു. പ്രതിഭയിൽ സംശയമുള്ളവർക്ക്, അവസരം തുലച്ചവനെന്ന് വിമർശിച്ചവർക്ക്, വീഴ്ചയിൽ ആനന്ദിച്ചവർക്ക് വിയർപ്പു തുന്നിയിട്ട കുപ്പായം കൊണ്ട് ഒരു അസൽ മറുപടി. റൺമല മുന്നിലിരിക്കെ സമ്മർദ്ദത്തിന് നടുവിലേക്കാണ് സഞ്ജു സാംസൺ ബാറ്റെടുത്തത്. ഇന്ത്യക്കും സഞ്ജുവിനും ജീവൻ മരണ പോരാട്ടം. ഈ ലോകകപ്പിനപ്പുറം ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ട നിമിഷം. 11 വർഷം പ്രാർത്ഥന കൊണ്ടും ആരവം കൊണ്ടും കൂടെ നിന്ന ആരാധകർക്ക് സഞ്ജുവിന്റെ സമ്മാനം. കൂടെ നിൽക്കുമെന്ന് കരുതിയ കൂട്ടുകാരെല്ലാം തുടരെ മടങ്ങി. അഭിഷേകും ഇഷാനും 10 റൺസും സൂര്യകുമാർ 18ഉം. അപ്പോഴും ഒരറ്റത്ത് റൺ റേറ്റ് വീഴാതെ നങ്കൂരമിട്ട് സഞ്ജു ഉറച്ചു നിന്നു. ഇടവേളകളിൽ ബൗണ്ടറികളും സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് ഗാലറിയിലേക്ക് ഒഴുകി. മോശം പന്തുകളെ കണക്കിന് ശിക്ഷിച്ചു. നല്ല പന്തുകളിൽ സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് കൈമാറി. ക്ലാസിക് സെൻസിബിൾ ഇന്നിംഗ്സ്. പതിനഞ്ച് പന്തിൽ 27 റൺസെടുത്ത് തിലക് വർമ്മയും 14 പന്തിൽ 17 റൺസെടുത്ത് ഹാർദിക്കും കൂടാരം കയറിയപ്പോൾ ഇന്ത്യ ഒരു ഘട്ടത്തിൽ തോൽവി ഭയന്നു. 4 പന്തിൽ 8 റൺസെടുത്ത് ശിവൻ ദുബെ സഞ്ജുവിന്റെ ലക്ഷ്യത്തിന് ഒപ്പം നിന്നു. ഒടുവിൽ അവസാന ഓവറിലെ ആദ്യ പന്തുകളിൽ സിക്സറും ഫോറും അടിച്ച് ഇന്ത്യക്ക് സെമിയിലേക്ക് വഴിയൊരുക്കി സഞ്ജു. 50 പന്തിൽ 97 റൺസെടുത്ത സഞ്ജുവിന് സെഞ്ചുറി നേടാൻ പലവട്ടം അവസരം ഒരുങ്ങിയതെങ്കിലും ടീമിനെ ജയത്തിലെത്തിക്കുന്നതിലായിരുന്നു മലയാളി താരത്തിന്റെ ശ്രദ്ധ. ലോകകപ്പിൽ സഞ്ജുവിന്റെ ആദ്യ അർദ്ധ സെഞ്ചുറിയാണ് കൊൽക്കത്തയിൽ പിറന്നത്. ലോകകപ്പിലെ ചേസിംഗിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറെന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡും സഞ്ജു സ്വന്തം പേരിലാക്കി. യുദ്ധം ജയിച്ചു വന്ന പോരാളിയെ സ്വീകരിക്കുന്നതിന് തുല്യമായാണ് സഞ്ജുവിനെ കൂട്ടുകാർ വരവേറ്റത്. സെമിയിൽ എത്തിച്ചതോടെ ഇന്ത്യൻ ടീമിലെ സ്ഥാനം കൂടിയാണ് സഞ്ജു അരക്കിട്ടുറപ്പിച്ചത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.